Hello, good morning. Good morning. Morning, good morning. Something, yeah. Good morning. Good morning, Miss. Yes. Good morning, Miss. Okay, good morning. And very, very amazing good morning and Happy New Year, all of you. Happy New Year, Miss. സുഖമല്ലേ എല്ലാവർക്കും? അതെ. ആണ്. ക്രിസ്മസും ഒക്കെ നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തോ ആഘോഷങ്ങളൊക്കെ? എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തു എന്ന് വെച്ചപ്പോ ആരും പറയുന്നില്ലല്ലോ, അത്ര നല്ലതായിരുന്നില്ല. ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ, സെലിബ്രേറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ ന്യൂ ഇയറില് പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം അല്ലെ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാണ്, തീർച്ചയായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു വർഷം തന്നെയാണ് അല്ലെ. കാരണം നമ്മൾ ഇനി ഇതൊക്കെ പഠിച്ച് എന്തായാലും ഒരു ജോലിയൊക്കെ കിട്ടും എന്ന പ്രതീക്ഷ, ക്രിസ്തുമസ് തന്നെ പ്രതീക്ഷയുടെ ഒരു കാലഘട്ടമാണ് അല്ലെ. ഒരു നല്ല ഒരു എന്താ പറയാ ജീസസ് ക്രൈസ്റ്റിനെ വരവേൽക്കാൻ വേണ്ടി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആ പ്രതീക്ഷകളുടെ ഒപ്പം തന്നെ വീണ്ടും ഒരു പുതിയ വർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ പല കാര്യങ്ങളും 2025 ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്. അത് നമുക്ക് നമ്മുടെ നന്മയ്ക്കും നമ്മളുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിനും ഒക്കെ ഒരു കാരണമാകട്ടെ കേട്ടോ. അപ്പൊ once again happy new year and wish you all the best. Okay, so let's start. Thank you. അപ്പൊ നമ്മള് എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയർ ആയിട്ട് പറയേണ്ട കാര്യമല്ല, പക്ഷെ എന്നാലും നമ്മൾ അവിടെയാണല്ലോ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഏതാ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ മറന്നുപോയാ? ഒരു വീക്ക് നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വീക്കിലാണ് നമ്മൾ കണ്ടുകൂട്ടുന്നത്. ഇടയിൽ ഒരു വീക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. 2 ക്ലാസ്സും അതന്നെ ടാഗിങ് തുടങ്ങി എടുക്കാനുണ്ട്. നമ്മൾ 2 ക്ലാസ്സുകളാണ് നമ്മളുടെ കഴിഞ്ഞ വീക്കിലെ 2 ക്ലാസ് പോയി, ഒരു ക്ലാസ് പോലും കിട്ടിയില്ല. നമ്മുടെ 6th ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന 7th ചാപ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പേജ് നമ്പർ പറയാമോ? ഒന്ന് 6th മെഡിക്കൽ പേജ് നമ്പർ ഉണ്ടോ? 67. മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കഴിഞ്ഞു. അല്ലല്ലോടാ, കുറച്ച് പേജ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു നമ്മളുടെ ഇതുമായിട്ട് അല്ലെ. ഞാനിപ്പോ എടുക്കുന്ന ഭാഗം ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞതാണ്. ഇൻസിഡന്റ് സ്റ്റാഫ് കഴിഞ്ഞു, പിന്നെ നമ്മള് ജോബ് കാർഡ് പ്രിപ്പറേഷൻസ് കഴിഞ്ഞു, പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഏരിയാസില്, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്, അത് പ്ലാൻ ചെയ്തതിന് ശേഷം ഹൗ ടു ആക്ടിവേറ്റ്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ലോജിസ്റ്റിക് പ്ലാനിങ് കഴിഞ്ഞു, അതിന് വേണ്ടപ്പെട്ട സ്റ്റാഫുകളുടെ പേരുകളും അവര് എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് ഡിസാസ്റ്റർ ഫേസ്.
പ്രീ ഡിസാസ്റ്റർ ഫേസും അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഫേസും അതുപോലെ തന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്, അങ്ങനെ 3 ഫേസസ് ഉണ്ട്, 3 തലങ്ങളുണ്ട് നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഏരിയസ് അതുവരെയാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് തോന്നുന്നത്. ഈ പബ്ലിക് റിലേഷൻസ് ഒക്കെ എടുത്തോ? പബ്ലിക് റിലേഷൻസ് ലോ ഇതൊക്കെ എടുത്തതാണ്. ഓക്കെ, കാറ്റഗറൈസ് ചെയ്തത് വരെ എടുത്തു അല്ലെ? അതെ, 4 കാറ്റഗറീസ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഈ കാറ്റഗറൈസേഷൻ, അതായത് നമ്മുടെ ട്രയേജില് when the patients are brought into the casualty of the hospital, ഹോസ്പിറ്റലിന്റെ താൽക്കാലികമായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കാഷ്വാലിറ്റിയിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരുപാട് ഇൻഫ്ലക്സ് ഓഫ് പേഷ്യൻസ് അല്ലെ, ഒരുപാട് കാഷ്വാലിറ്റീസ് ഇങ്ങനെ കൊണ്ടുവരും. സോ അവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു സോർട്ടിങ്, അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസിനെ സോർട്ട് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണം. ആ കാറ്റഗറൈസേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞത്. കാറ്റഗറി നമ്പർ 1, 2, 3, 4 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രയോറിറ്റി ഇസ് ഗിവൻ ടു ദ കാറ്റഗറി. ഒന്നാമത്തെ കാറ്റഗറിക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്തിന്? ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ. They have to be given immediate treatment without any waste of time. ഒരു തരത്തിലും ചെറിയൊരു ടൈം പോലും വേസ്റ്റ് ചെയ്യാതെ സർവീസ് കൊടുക്കേണ്ടവരാണ് കാറ്റഗറി നമ്പർ 1. കാറ്റഗറി 2 ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. കുറച്ച് കഴിക്കാനും കുഴപ്പമില്ല. ദാറ്റ് മീൻസ് 1 or 2 hours ഡിലേ ചെയ്താലും കുഴപ്പമില്ല, അവർക്ക് അതൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള പേഷ്യൻസ് ആണ് അങ്ങനെയുള്ളവര്. അതിന്റെ എന്തൊക്കെ എന്താ പറയാ, ആ ഒരു എന്താ പറയാ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്, റെസ്പിറേറ്ററി ട്രാക്കിലൊക്കെ എന്താ പറയാ ഒരു എന്തെങ്കിലും തടസ്സം, ശ്വാസം എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നവര്, ഒത്തിരിയല്ല ഇച്ചിരിയൊക്കെ, പിന്നെ അങ്ങനെ ഒരുപാട് ഷോക്ക് ഉള്ളവര്, അങ്ങനെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ഉള്ളവര് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും എന്താ പറയാ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. സിവിയർ ആയിട്ട് ഉള്ള ഇഞ്ചുറീസ് ഒക്കെ ആണെങ്കിൽ, പിന്നെ ഫേഷ്യൽ ബേൺസ് പറഞ്ഞിട്ട് നമ്മുടെ ട്രാക്കിന്റെ ഒക്കെ ഭാഗത്തേക്ക് ഒരുപാട് പൊള്ളലൊക്കെ എത്തിയിരിക്കുന്നവരാണെങ്കിൽ, അത് അങ്ങനെയുള്ള ഡിസാസ്റ്റർ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഡിസാസ്റ്ററും വരുമ്പോഴും പൊള്ളലേക്കൊന്നും ഇല്ല കേട്ടോ. ആ ഒരു ഗ്രൂപ്പില് വരുന്ന കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറയാ, നമ്മുടെ സെക്കൻഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. അത് ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ പല ഇഞ്ചുറീസ്, അബ്ഡോമൻ, വയറിന് പറഞ്ഞില്ല, ശ്വാസം എടുക്കുന്നതിനാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ, നമുക്ക് അവരെ ആ രീതിയിൽ ശ്വാസം കറക്റ്റ് ആക്കുന്ന രീതിയിലേക്ക് വരുന്ന അവര് ഇതാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ശ്വാസത്തിനൊന്നും വലിയ പ്രശ്നമില്ല, അവര് സർവൈവ് ചെയ്യാൻ പറ്റും. അവരുടെ അബ്ഡോമൻ ഭാഗത്ത്, നെഞ്ചിന്റെ ഭാഗത്ത്, പിന്നെ യൂറോജെനിറ്റൽ ട്രാക്റ്റിലൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, ഇതൊക്കെയാണ് കാറ്റഗറി 2 വരിക. പിന്നെ മിനിമൽ ട്രീറ്റ്മെന്റ് മാത്രം, വളരെ ചെറിയ ചെറിയ ബൂസ് അല്ലെ, മൈനർ ആയിട്ടുള്ള മുറിവുകള്, അതുപോലെ ചെറിയ ഫ്രാക്ചേഴ്സ്, പിന്നെ സ്പ്രെയിൻ മീൻസ് പുളുക്ക് ചതവ്, അങ്ങനെയുള്ളതൊക്കെ കുറച്ചുകൂടി ഡിലേ ചെയ്യാം. അത്യാവശ്യം ചില പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്ത ആവശ്യമില്ല. അതിന്റെ ലാസ്റ്റ് കാറ്റഗറിയും എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് ആണ്. പ്രതീക്ഷ, അതായത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ട്രീറ്റ്മെന്റ്. ദാറ്റ് മീൻസ് ഡൈങ് ഓർ ഡെഡ്. ചിലത് ഈ കാറ്റഗറിയിൽ വരുന്നവർ മരിച്ചവരായിരിക്കും, ചിലപ്പോൾ മരണത്തോട് അടുത്ത് വരുന്നത്. ദാറ്റ് മീൻസ് there is no chance to make them survive. അവർക്ക് സർവൈവലിന് യാതൊരു ചാൻസും ഇല്ലാത്ത ആളുകളാണ്. ഇതുവരെയാണ് നമ്മൾ എടുത്തത്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഇന്ന് ഈ ട്രയേജിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ടാഗിങ് ആണ്. ഈ ട്രയേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സോർട്ട് ചെയ്തു കാറ്റഗറി 1, 2, 3, 4 എന്നൊക്കെ. നമ്മളിങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് പ്രയോറിറ്റിയും കൊടുത്ത് ആദ്യത്തെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി അവരെ ഇങ്ങനെ ചികിത്സിച്ചതിന് ശേഷം സെക്കൻഡ് കാറ്റഗറിയിലുള്ളവരെ ചികിത്സിക്കുന്നു. പക്ഷെ ഐഡന്റിഫൈ വിച്ച് പേഷ്യന്റ് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി. ഇത് ഏത് പേഷ്യൻസ് ആണ്, ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാഗിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ടാഗിങ്ങിന്റെ? ഡിസാസ്റ്റർ സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന പേഷ്യൻസിനെ ചെയ്യാനും മറ്റൊക്കെ വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗിങ് ചെയ്യുക. സോ ക്രിട്ടിക്കൽ പേഷ്യൻസ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജസിലുള്ളവരെ നമ്മൾ ടാഗ് ചെയ്യുന്നത് റെഡ് ടാഗ് ആണ്. റെഡ് ടാഗ് നമുക്ക്
അവരുടെ കയ്യിലോ എവിടെയാണെന്ന് വെച്ചാൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ റെഡ് ടാഗ് ആണ് ഫസ്റ്റ് ചാൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഗ്രൂപ്പിൽ കാറ്റഗറി 1 വരുന്നവർക്കാണ് ഈ ഒരു ടാഗ് പ്രൊവൈഡ് ചെയ്യാൻ. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണ് അവര്. ഓക്കെ, നെക്സ്റ്റ് അർജന്റ് പേഷ്യൻസ് ആണ്. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നവർക്ക് കൊടുക്കുന്നത് യെല്ലോ ടാഗ് ആണ്. യെല്ലോ കളറിലുള്ളത് എന്ന് വെച്ചാൽ കുറച്ചുകൂടി എന്താ പറയാ താമസിച്ചാലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, അവരുടെ ജീവനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്. ചില പേഷ്യൻസ് അവർക്ക് യെല്ലോ ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുക. വാക്കിംഗ് മൂവ്മെന്റ് അല്ല, വലിയ ചെറിയ ചെറിയ മൂവുള്ളൂ, പക്ഷെ എന്നാലും അവർക്ക് ഇങ്ങനെ സാധാരണഗതിക്ക് നടത്താൻ പോകാൻ പറ്റുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഗ്രീൻ ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുക. തേർഡ് പ്രയോറിറ്റി അത് ഗ്രീൻ ടാഗ് ആണ് തേർഡ് പ്രയോറിറ്റിക്ക് കൊടുക്കുക. ആൻഡ് ദ ഡെഡ് ഓർ ഡൈഡ്, മരിച്ചവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും അവർക്കാണ് ബ്ലാക്ക് ടാഗ് കൊടുക്കുക. ലാസ്റ്റ് പ്രയോറിറ്റി ആണ് അവർക്ക് കൊടുക്കുക. ഓക്കെ, ബ്രേക്ക് ആവണ്ടോ കുട്ടികളെ? ഞാൻ സ്വന്തം മ്യൂട്ട് ചെയ്തേക്കാണല്ലോ. ബ്രേക്ക് ആവണ്ടോ? എന്നാണോ? ഇല്ലാന്നാണല്ലോ. ഇല്ലാന്ന്. സോ ആർക്കെങ്കിലും ബ്രേക്ക് ആവണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വരുമ്പോ മാത്രമുള്ള ടീം സൗണ്ടിൽ കുഴപ്പമൊന്നാവോ? തൊട്ട് മുന്നില് ടീച്ചർ വന്നിട്ട് പോയപ്പോ ടീച്ചർ ഒന്നും പറഞ്ഞില്ലല്ലോ. റീതയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആവട്ടെന്ന് പറയുന്നത്. എനിക്ക് ഈ ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് എടുക്കാനുള്ള അതെ കാറ്റഗറി 4 ആണ് ബ്ലാക്ക് ടാഗ് ലാസ്റ്റ് ചെയ്ത. അതെല്ലോ, അങ്ങനെ തന്നെയല്ലേ നോട്ടിലും അങ്ങനെ തന്നെയല്ലേ? ഹലോ ഹലോ, ക്ലിയർ ആണോ? എല്ലാവരും ക്ലിയർ ആയി പറയുമല്ലോ. ആരാണോ ക്ലിയർ ആകാത്ത പറഞ്ഞത്? നിമിഷ, പിന്നെ റീത, രണ്ടുപേരുണ്ടോ? പത്താറുണ്ടോ എന്റെ സൗണ്ട്? ക്ലിയർ ആണെന്ന് പറയുന്നു ചിലര്. ശരി, ക്ലിയർ ആണ്. നിമിഷ വേറെ അതേന്ന് പറഞ്ഞല്ലേ? കാറ്റഗറി അതിനെ വെച്ചായിരുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് കുറച്ച് കുട്ടികളും പറയുന്നത്. അപ്പൊ ഒന്ന് ക്ലിയർ ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അതൊന്നും ഇല്ലാന്നുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ 4 categories and the tagging. ഈ 4 കാറ്റഗറീസിലെ ടാഗ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ കാറ്റഗറിയിൽ റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നവർക്ക് യെല്ലോ ടാഗ്, തേർഡ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ഗ്രീൻ ടാഗ്, ആൻഡ് ദ ലാസ്റ്റ് ടാഗ് ഈസ് given to the fourth category, that is dying or dead ആയിട്ടുള്ളവർക്ക് ബ്ലാക്ക് ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, റീത, ഇസ് ഇറ്റ് ഓക്കെ നൗ? റീത ജോയിൻ ചെയ്തു. രണ്ടാമത് കുഴപ്പമുണ്ടോ? ഉണ്ടോ? റീത കുഴപ്പമില്ലല്ലോ? ഇപ്പൊ ഇല്ല എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല എന്നല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, അടുത്തത് ഓക്കെ യെസ്. അപ്പൊ അതുപോലെ ഒന്ന് ലീവ് ചെയ്തിട്ടേ ഒന്ന് കൊടുക്കാട്ടോ. ചിലപ്പോ ഞാൻ അതാ കുറെ പേർക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാകാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പൊ ഒരു മെജോറിറ്റി കുട്ടികളും പ്രശ്നമില്ല, ക്ലിയർ ആണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ലീവായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ സ്റ്റാർട്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർട്ട്. എന്താണ് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത്? അതൊരു ഷോർട്ട് ഫോം ആണ്, അബ്രീവിയേറ്റഡ് ഫോം ആണ്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്വിക്കലി ഐഡന്റിഫൈങ് ദ വിക്ടിംസ്. അതായത് നമുക്ക് എന്താ പറയാ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ കുറെ പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ. ഇതിനകത്ത് ഏറ്റവും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള വിക്ടിംസ് ആരാണ്? അതായത് ജീവന ഭീഷണിയായിട്ടുള്ള ആളുകൾ ആരാണ്? ഈ ജീവന ഭീഷണിയായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി വി ഹാവ് ടു തിങ്ക് ഓഫ് ഹു ഹാവ് ദ ബെസ്റ്റ് ചാൻസ് ടു റിക്കവർ. ഇനി ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനും കൂടി പറ്റും. ഈ രണ്ട് കാര്യം കൂടി ഒത്തുവരുന്ന ആളുകളെ മനസ്സിലാക്കാനുള്ള ടെക്നിക്, അതാണ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ഫോം അല്ലെങ്കിൽ അബ്രീവിയേറ്റഡ് ഫോം വിച്ച് ഈസ് എക്സ്പാൻഡ് ആസ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. അതാണ് ഓരോ അക്ഷരം അതിനെയാണ് സൂചിപ്പിക്കുക. സിമ്പിൾ, എസ് ഫോർ സിമ്പിൾ, ട്രയേജ് ടി, ആൻഡ് തന്നെയാണ് ഏതൊക്കെ വരുന്ന അവിടെ
ആൻഡ് റാപ്പിഡിന്റെ ആറും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ ടിയും. ഇത് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് വളരെയധികം ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ആ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസും മാത്രമല്ല ഇവരെ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് സർവൈവ് ചെയ്ത് എടുപ്പിക്കാം, റിക്കവർ ചെയ്തെടുപ്പിക്കാം. ഈ രണ്ട് സാധ്യതകളും ഉള്ള ആളുകളെ മനസ്സിലാക്കുക, ഐഡന്റിഫൈ ചെയ്യുക. ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുക. മനസ്സിലായോ? അതായത് ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആണ്, ഇപ്പൊ തന്നെ മരിക്കാൻ പോകുന്ന അതേ അവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ അവര് ജീവിച്ചെടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ പറ്റുമെന്നുള്ളതെങ്കിൽ മാത്രം അവർക്ക് ആദ്യം എന്ത് ചെയ്യുക, റാപ്പിഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ചില ആളുകളെ കാണുമ്പോൾ അവര് ഭയങ്കരമായ മോശം അവസ്ഥയിലാണ്, പക്ഷെ there is no chance to survive. പക്ഷെ അവർക്ക് സർവൈവ് ചെയ്യാൻ യാതൊരു ചാൻസില്ല. 1% പോലും സാധ്യത ഇല്ല എന്നാണെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് കൊടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി വെറുതെ സമയം കളഞ്ഞ് ബാക്കി നമുക്ക് തിരിച്ച് ജീവൻ എടുക്കാൻ പറ്റുന്ന ആളുകളുടെ ജീവൻ പോലും ചിലപ്പോ നഷ്ടപ്പെട്ടു പോയേക്കാം. ആ ഒരു സ്ഥിതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് അവർ ഉപയോഗിക്കുന്നത്. കിട്ടിയോ? മനസ്സിലായോ? സ്റ്റാർട്ട് എന്താണെന്ന് മനസ്സിലായോ? സ്റ്റാർട്ട് അണ്ടർലൈൻ ചെയ്യണം. ആ ഒരു ഫുൾ സെന്റൻസ് ഇൻക്ലൂഡിംഗ് ദ അബ്രീവിയേഷൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സർവൈവിംഗ് വരും. So, in the first step of the study, ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് അറിയാമോ? അപ്പൊ നമ്മുടെ ഈ വിക്ടിംസിനെയൊക്കെ നമ്മൾ അങ്ങോട്ട് സോൾട്ട് ഔട്ട് ചെയ്യും. എങ്ങനെ സോൾട്ട് ഔട്ട് ചെയ്യും? ആംബുലേറ്ററി പേഷ്യൻസും നോൺ ആംബുലേറ്ററി പേഷ്യൻസും. അങ്ങനെയാണ് ബൈ ഗിവിംഗ് ദ സം ഇൻസ്ട്രക്ഷൻസ്. അതായത് ആദ്യമേ തന്നെ സ്റ്റാർട്ടിൽ ചെയ്യുന്ന ആദ്യ പ്രക്രിയയാണ് ഇവരെ ഇങ്ങനെ ആംബുലേറ്ററിയും നോൺ ആംബുലേറ്ററിയും ആയിട്ട് തരംതിരിക്കും. ആംബുലേറ്ററി എന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ പറ്റുന്നത്, നടന്നു എന്താ പറയാ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കയ്യിൽ പോകാൻ പറ്റുന്നവരും എന്നാൽ ഒട്ടും തീരെ നമുക്ക് അവരെ കൊണ്ടൊക്കെ പോകാൻ പറ്റാത്തതുമായിട്ടുള്ള ആളുകൾ അവരെ ഈ പേഷ്യൻസിനെ. അതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിൽ ചെയ്തത്. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ് we have to categorize the patients into ambulatory and non-ambulatory by giving verbal instructions. ചില verbal instructions കൊടുക്കും. ഇങ്ങനെ ചെയ്യും, എഴുന്നേക്കാൻ നോക്ക്, നടക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവരെ, ആംബുലേറ്ററി ആക്കാൻ പറ്റുന്നവരെ അങ്ങനെ ഒരു വിഭാഗവും നോൺ ആംബുലേറ്ററി ആയിട്ടുള്ളവരെ മറ്റൊരു വിഭാഗവുമായിട്ട് തരത്തിരിക്കും. ഇനി അതിനുശേഷം ഈ സ്റ്റാർട്ടിങ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റെസ്പിറേഷൻ നോക്കും. അവരുടെ ശ്വസനം എങ്ങനെയാണ് നോക്കും. മേ ബി 30 per minute. 30-നേക്കാൾ താഴെയാണോ അല്ലയോ എന്നൊക്കെ നോക്കും. എന്നുവെച്ചാൽ 30-ലേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. മനസ്സിലായോ? അതേസമയം 30-ൽ താഴെയാണ് അവരുടെ റെസ്പിറേഷൻ ഒക്കെ നോക്കി കഴിയുമ്പോൾ പെർ മിനിറ്റിൽ 30-ൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരെ ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പൊ അതും അവര് ചെക്ക് ചെയ്ത് നോക്കും. പെർഫ്യൂഷൻ ആണ്. റേഡിയൽ പൾസ് ഒക്കെ നോക്കിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ, അതായത് എന്താണ് പെർഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിച്ച് ബ്ലഡ് കണ്ടക്റ്റ് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയുടെ മറ്റു ടിഷ്യൂസിലേക്കൊക്കെ എത്രത്തോളം എത്തുന്നുണ്ട്, ആ ഒരു റേറ്റ് അതൊക്കെ നോക്കും അവര്. അത് നോക്കുക. പെർഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എഴുതാനായിട്ട്. അത് ഇതാണ്, ഇത്രേ ഉള്ളൂ. നമ്മളുടെ ബ്ലഡ് മറ്റു പല ടിഷ്യൂസിലേക്കും, ബോഡിയുടെ മറ്റു പല ടിഷ്യൂസിലേക്കും റിച്ച് ആയിട്ടുള്ള ബ്ലഡ്, നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പെർഫ്യൂഷൻ അത് റേഡിയൽ പൾസ് നോക്കിയിട്ടാണ് അത് പ്രസന്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടോ ഇല്ലോ എന്നൊക്കെ പൾസ് ഒക്കെ നോക്കി മനസ്സിലാക്കുന്നു. പിന്നെ കാപ്പിലറി റീഫിലാണ്. കാപ്പിലറി റീഫിൽ എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയാ, അതും ചെക്ക് ചെയ്യുന്ന ഒരു തരം ടെസ്റ്റ് വെച്ചിട്ടാണ്. പ്ലഞ്ച് ടെസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുക. അത് നമ്മുടെ നെയിൽ ബണ്ടിൽ നോക്കിയിട്ടാണ്. അത് നമ്മൾ എന്താ പറയാ, രക്തമുണ്ടോ, ബ്ലഡ് ഇതാക്കുന്നുണ്ടോ, നല്ല ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. അത് എന്തായാലും നമ്മുടെ നെയിൽ ബണ്ടില്ലേ ഇവിടെ തുമ്പത്ത് അതിങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ അത് എന്താ പറയാ വൈറ്റിൽ നിന്ന് ഇങ്ങനെ റെഡായിട്ടൊക്കെ മാറുന്നു. ചിലപ്പോൾ അത് വൈറ്റിൽ നിന്ന് പിങ്കിലേക്ക് ഒരു 2-3 സെക്കൻഡ്സിലൊക്കെ വൈറ്റിൽ നിന്ന് അത് പിങ്ക് കളറിലേക്കൊക്കെ മാറും. അപ്പൊ ഒരു ഗുഡ് സർക്കുലേഷൻ ആണെന്നാണ് അതിന്റെ ഒരു സൂചന. അതേസമയം അത് കൂടുതൽ സമയം എടുത്തിട്ടാണ്, 2-3 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് പിങ്കും പിന്നെ അതിന് ശേഷം റെഡുമായിട്ട് മാറുന്നതെങ്കിൽ സർക്കുലേഷനിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ടല്ല നടക്കുന്നതെന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ കാപ്പിലറി റീഫിൽ എത്രത്തോളം ഉണ്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ബ്ലഞ്ച് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? പെർഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റ് റേഡിയൽ പൾസ് നോക്കിയും അതുപോലെ തന്നെ ബ്ലഞ്ച് ടെസ്റ്റ് നടത്തിയും ഒക്കെ ആണ് നടത്തുക. മനസ്സിലായോ? റേഡിയൽ പൾസ് പൾസ് നോക്കിയിട്ടൊക്കെ
ചെക്ക് ചെയ്യും. ചിലർ ഇതുപോലെ നമ്മുടെ നെയിൽ ബഡിന്റെ അവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കിയിട്ട് അത് വൈറ്റ് ആകുന്നത് നമ്മുടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ ആകും. അതിനുശേഷം നമ്മൾ വിട്ട് കഴിയുമ്പോൾ 2 or 3 സെക്കൻഡ്സിനുള്ളിൽ ഇറ്റ് വിൽ ടേൺ ടു പിങ്ക് ആൻഡ് ദെൻ ടു റെഡ്. അത് പിന്നീട് പിങ്ക് ആകും, പക്ഷെ ഇപ്പൊ റെഡ് ആയി മാറും. അപ്പൊ പിങ്കിലേക്ക് എത്താൻ എടുക്കുന്ന സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 or 3 സെക്കൻഡ്സിനുള്ളിൽ പിങ്ക് ആകുകയാണെങ്കിൽ നല്ല ഒരു ഗുഡ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഉണ്ടെന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? എന്നാൽ അതിൽ കൂടുതൽ സമയമാണ് എടുക്കുന്നതെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെ സ്റ്റാർട്ടിന്റെ ഭാഗമാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ടെക്നിക്കിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് ആണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ദെൻ അടുത്തത് എന്താണ്? മെന്റൽ സ്റ്റേറ്റസ് ആണ്. അതായത് പേഷ്യന്റ് ക്യാൻ ഫോളോ ദ കമാൻഡ്സ്. എന്തെങ്കിലും പറയുമ്പോൾ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയാ, ചിലപ്പോൾ കാലനക്കാൻ, കൈയടക്കാൻ, എവിടെയെങ്കിലും വേദനയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കുറെ കമാൻഡുകളൊക്കെ പറയുമ്പോൾ അവർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായി. അത് നോക്കിയിട്ടാണ് അവരുടെ മെന്റൽ സ്റ്റേറ്റസ് മനസ്സിലാക്കുക. സോ ഇത് ഒരു എന്താ പറയാ സ്റ്റാർട്ടിനകത്ത് ഈ പേഷ്യൻസിന്റെ എന്താ പറയാ കോൺഷ്യസ്നെസ് എത്രത്തോളം ഉണ്ടെന്നും അവരുടെ ഇഞ്ചുറീസിന്റെ ആധിക്യം, ഗൗരവം, സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന രീതികളാണ്. ഇതൊക്കെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം റാപ്പിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ റാപ്പിഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ആളുകളെ കണ്ടെത്തണം. അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളവർക്കാണ് നമ്മൾ ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ആ ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് സ്റ്റാർട്ടിന്റെ സമയത്ത് നടത്തുന്ന ചില ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ പറയുന്നത്. ഇത് കഴിയുമ്പോൾ ഞാൻ അത് എഴുതി തരാം കേട്ടോ. എന്തൊക്കെയാണ്? ഓപ്പൺ ദ എയർവേ, ഈ ശ്വാസിക്കുന്ന ശ്വാസമൊക്കെ പോകുന്ന എയർവേ തുറക്കുക എന്നുള്ളതാണ്. പിന്നെ തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. മീൻസ് ആ സ്റ്റാർട്ടിൽ അവർ ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് ഉദ്ദേശിച്ചത്. ആദ്യം എയർവേ ഓപ്പൺ ആകുക, അതായത് ശ്വസിക്കാനുള്ള അവരുടെ ആ ഒരു തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒബ്സ്റ്റാക്കിൾസ്, ഹിൻഡ്രൻസുകളൊക്കെ മാറ്റുക. നെക്സ്റ്റ് എന്തെങ്കിലും ബ്ലീഡിങ്സ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്റേണൽ ബ്ലീഡിങ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. എന്തെങ്കിലും ചില ഷോക്സ് ഒക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ കാലുകളൊക്കെ ഉയർത്തി വെക്കുക. ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വയ്ക്കാനൊക്കെ ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കാലൊക്കെ ഉയർത്തി പൊക്കത്തിലേക്കൊക്കെ ആക്കി വെക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ ഈ വലിയ ആക്സിഡന്റ്സ് ഒക്കെ നടക്കുമ്പോൾ പേഷ്യൻസിനെ കൊണ്ടുപോയിട്ട് കാലിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാലൊക്കെ നന്നായിട്ട് പൊക്കി വെക്കുക. അപ്പൊ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മറ്റ് ബോഡിയുടെ മറ്റ് പാർട്സിലേക്കൊക്കെ പോകാനും ഈ ഒരു രീതി, ഈ ഒരു മെത്തേഡ് നല്ലതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാലൊക്കെ ഉയർത്തി പൊക്കി കെട്ടിയൊക്കെ വെക്കുക. സ്റ്റാർട്ടില് ട്രീറ്റ്മെന്റിൽ കൊടുക്കുന്ന ആദ്യത്തെ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓപ്പൺ ദ എയർവേ, സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ് ആൻഡ് ഓൾസോ എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. മനസ്സിലായോ? ഈ സ്റ്റാർട്ട് പാക്കേജ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് ഇവിടെ റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് സ്റ്റഡി അത് പഠിക്കാൻ എളുപ്പത്തിന് ആ ഒരു എന്താ പറയാ നമ്മുടെ ഈ ഡയഗ്രാം ആയിട്ട് കുറച്ചുകൂടി ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്താ പറയാ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം നിങ്ങൾ ഈ ഒരു പോയിന്റുകൾ 3 ട്രീറ്റ്മെന്റ് സ്റ്റാർട്ടിന്റെ സമയത്തുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് 3 പോയിന്റ് എടുക്കുന്നുണ്ട്. ആ 3 പോയിന്റ് അണ്ടർലൈൻ ചെയ്യാൻ ഓൾസോ ദിസ് ഫ്ലോ ചാർട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം. ക്ലിയർ ആയോ? ഇവരെ മനസ്സിലായോ? പെർഫ്യൂഷൻ എന്താണെന്ന് എനിക്ക് പെർഫ്യൂഷൻ പെർഫ്യൂഷൻ ആ നോട്ടിന്റെ പുസ്തകത്തിന്റെ ഏതെങ്കിലും മൂലത്തില് എവിടെ മാർച്ചിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ പുസ്തകത്തില് എന്താ പറയാ സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പെർഫ്യൂഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വേണോ അതെന്താണെന്ന് നിങ്ങളൊന്ന് വായിക്കുന്നേ. പെർഫ്യൂഷൻ ടെക്നോളജി ഒക്കെ ഉണ്ട്. ഇപ്പൊ പെർഫ്യൂഷൻ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഒരുപാട് വിഭാഗങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. പെർഫ്യൂഷൻ ടെക്നോളജി, കാർഡിയാക് ടെക്നോളജി, അല്ലെ? ഹാർട്ടിന്റെ തന്നെ ഹാർട്ടിനകത്ത് തന്നെ ഓരോ ഇന്റേണൽ ഓർഗൻസിനും വേണ്ടി ഓരോ ടെക്നീഷ്യന്മാരുണ്ട്. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു വിഭാഗം, അതിനെ കുറിച്ച് മാത്രമാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇന്നത്തെ നല്ല നല്ല കോഴ്സുകളാണ്. CPR അല്ല CPR എന്താണ്? CPR എന്ന് പറഞ്ഞാൽ എന്താ?
കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ CPR പോലെ എന്ന് വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്സ് ഒക്കെ വരുന്ന ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ അത് 2 പ്രാവശ്യം നമ്മളിങ്ങനെ തട്ടിയിട്ട് നോക്കും. അത് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിട്ട് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം ഇങ്ങനെ എന്താ പറയാ പ്രസ് ചെയ്ത് വെച്ചിട്ട് ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് പ്രസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ മക്കളുടെ എന്താ പറയാ എയർ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്നൊക്കെ നിലയ്ക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ആ ഒരു എന്താ പറയാ എയർവേ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി ആ വലിയ ഫോഴ്സിൽ നമ്മളിങ്ങനെ പോകുമ്പോഴേ ആ എയർവേ ഓപ്പൺ ആക്കി അതിങ്ങനെ ബ്ലഡും ഇതൊക്കെ നന്നായിട്ട് പമ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ. ഇവിടെ കൊറോണയൊക്കെ വന്ന് കുറച്ച് ഒരു കൊല്ലത്തിന്റെ ഉള്ളിലൊക്കെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും കുറെ പേര് ഇതുപോലെ അറ്റാക്സ് ഒക്കെ വന്നിട്ട് മരിക്കുകയുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഈ കൊറോണയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്തരം കുഴഞ്ഞു വീഴുന്ന ആളുകൾക്ക് CPR കൊടുത്തുകൊണ്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമുക്ക് എന്താ പറയാ ഈ ആളുകളെ അവയർനെസ്സിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് വീണാൽ അവരെ നമുക്ക് എന്താ പറയാ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇത്തരം പ്രൊസീജിയർ ചെയ്താൽ മതി എന്നൊക്കെ. അതല്ല പെർഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ പെർഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ ഓക്സിജൻ ഇങ്ങനെ ഡെലിവറി ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് നമ്മുടെ ബോഡിയുടെ മറ്റ് ടിഷ്യൂസിലേക്ക് എന്തെങ്കിലും ബ്ലഡ് എന്താ പറയാ പമ്പ് ചെയ്യുന്ന ഒരു ഡെലിവർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പെർഫ്യൂഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് പെർഫ്യൂഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഹാർട്ടിലേക്ക് ഇങ്ങനെ നന്നായിട്ട് പമ്പ് ചെയ്യണം. ഇസ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓക്സിജൻ റിച്ച് ബ്ലഡ്. ഓക്സിജൻ കണ്ടന്റ് നന്നായിട്ടുള്ള ബ്ലഡാണ്. ഓക്സിജൻ റിച്ച് ബ്ലഡ് into the body's tissues. Into the body's tissues. TISSUES. Perfusion is the process of perfusion is the process of delivering 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 oxygen-rich blood. Oxygen-rich blood into the body's tissues. Into the body's BODY apostrophe bodyയുടെ tissues പല കലകളിലേക്ക് പല ടിഷ്യൂസിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നേരത്തെ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം തന്നെ ഒരു ഫ്ലോ ചാർട്ട് ആയിരുന്നു. ഫ്ലോ ചാർട്ടുകളൊക്കെ കുറച്ചുകൂടി നമ്മുടെ എന്താ പറയാ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സ്റ്റൈൽ ഓഫ് ടെക്നിക്ഷൻ ആണ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ആയിട്ട് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഒക്കെ കുറച്ചുകൂടി നമുക്ക് ഈസി റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ. അപ്പൊ അത് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ട്രയേജ്. അപ്പൊ സ്റ്റാർട്ട് ട്രയേജ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എന്താ പറയുക എക്സ്പാൻഡഡ് ഫോം ആണ്. അപ്പൊ സ്റ്റാർട്ടിന്റെ ട്രയേജ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഫ്ലോ ചാർട്ടിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈസ് ദ പേഷ്യന്റ് ബ്രീത്തിങ്. ആൾക്ക് ബ്രീത്തിങ് ഉണ്ടോ, ബ്രീത്തിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. സോ ദർ വിൽ ബി 2 ആൻസേഴ്സ്. തീർച്ചയായിട്ടും ബ്രീത്തിങ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2 ഉത്തരം ഉണ്ടായിരിക്കും. എസ് ഒന്നുണ്ടാകും, നോ ഉണ്ടാകും. ചിലപ്പോ ഉണ്ട് അല്ലെങ്കിൽ അല്ലെ, ശ്വസിക്കുന്നുണ്ട് ശ്വസിക്കുന്നില്ല. ഇഫ് നോ, അതായത് ശ്വസിക്കുന്നില്ല എന്നാണെങ്കിൽ ഓപ്പൺ പേഷ്യൻസ് എയർവേ. ശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചാൻസ് അല്ലെ, നമ്മൾ അവരുടെ എയർവേ ഓപ്പൺ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളല്ല ഡോക്ടേഴ്സ് അവരുടെ വേണ്ടി കൊണ്ടുവരുന്ന സ്ഥലത്ത് ഡോക്ടേഴ്സ് അത് അവരുടെ എയർവേ ഓപ്പൺ ആക്കുന്ന കാര്യം ചെയ്യുന്നു. ആൻഡ് അഗൈൻ ദേ ഹാവ് ടു ചെക്ക് വെദർ ദ പേഷ്യന്റ് ഈസ് ബ്രീത്തിങ്. വീണ്ടും വന്നിട്ട് അവിടെ നിന്നുകൂടി എയർവേ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് നോക്കുന്നു എന്താണ് പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടോ എന്നുള്ളത്. അവിടെയും ആൻസർ ഉണ്ടായിരിക്കും, നോയും എസ് ഉണ്ടായിരിക്കും. നോ എന്നാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദ പേഷ്യന്റ് ഈസ് ഡെഡ് ഓർ ഡെഡ്. മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം അല്ലെ. സോ ദർ ഇസ് നോ ചാൻസ്. അതവിടെ ഡാർക്കായി അവിടെ അവസാനിച്ചു. നമുക്കറിയാലോ അവിടെ ദർ ഇസ് നോ ചാൻസ്, നമുക്കൊന്നും ചെയ്യാനില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് യെസ് എന്നാൽ എയർവേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് ബ്രീത്തിങ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. പെട്ടെന്ന് തന്നെ ആളെ ചികിത്സിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ക്ലിയർ ആയോ?
മനസ്സിലായി. സ്റ്റാർട്ടിന്റെ ഒരു പ്രൊസീജിയറാണ് നമ്മളിപ്പോ പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ പേഷ്യന്റ് ബ്രീത്തിങ് ആണോ എന്ന് നോക്കുന്നു. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് നോ ഓർ യെസ്. ചിലപ്പോ കിട്ടുന്ന ഉത്തരം യെസോ അല്ലെങ്കിൽ നോ ആയിരിക്കും. നോ ആണെങ്കിൽ നമ്മൾ അവരെ എയർവേ ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അപ്പോഴും കിട്ടുന്ന ചാൻസ് ഉണ്ട്. വീണ്ടും ആ പേഷ്യന്റ് ബ്രീത്ത് ചെയ്യാനും ചെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. ചെയ്യാനുള്ള ചാൻസ് ആണെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഗിവ് ഇമ്മീഡിയറ്റ് കെയർ. പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതേസമയം ഓപ്പൺ എയർവേ ഓപ്പൺ ചെയ്തിട്ടും നമ്മുടെ പേഷ്യന്റ് ബ്രീത്തിങ്ങിൽ അല്ല എങ്കിൽ ആള് മരിക്കുകയാണ് അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, പേഷ്യന്റ് ബ്രീത്തിങ് നോയിന്റെ ആൻസർ ആണ് നമ്മളിപ്പോ അവിടെ പറഞ്ഞത്. നോ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് ചെയ്യേണ്ടത് അത് പറഞ്ഞത്. പക്ഷേ ഇത് ആൻസർ ഈസ് യെസ്. അതായത് നമ്മുടെ എയർവേ എന്താ പറയാ ഒപ്പം നടത്താതെ തന്നെ ബ്രീത്തിങ് ആണ്, ഓൾറെഡി ബ്രീത്തിങ് ആണ്. അതായത് ഓൾറെഡി നമ്മുടെ എന്താ പറയാ എയർവേ ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യണം? അവരുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് ഒന്ന് നോക്കണം. ആ ബ്രീത്ത് റേറ്റ് നോക്കണം. ഇഫ് ഇറ്റ് ഗ്രേറ്റർ ദാൻ 30 പെർ മിനിറ്റ്, 30 മിനിറ്റിൽ കൂടുതൽ, സോറി, ഒരു മിനിറ്റിൽ 30 എണ്ണത്തിൽ കൂടുതലായിട്ട് അവര് ബ്രീത്തിങ് അവരുടെ പ്രൊപ്പോർഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? വി ഹാവ് ടു ഗിവ് ഇമ്മീഡിയറ്റ് കെയർ. പെട്ടെന്ന് അവർക്ക് കെയർ കൊടുക്കണം. സോ ദ ബ്രീത്തിങ് റേറ്റ് ഈസ് ലെസ് ദാൻ 30 പെർ മിനിറ്റ്. എന്നാൽ ഒരു മിനിറ്റിൽ 30 കുറവാണ് അവരുടെ ബ്രീത്തിങ് റേറ്റ് എങ്കിൽ റേഡിയൽ പൾസ്. വീണ്ടും അവരുടെ റേഡിയൽ പൾസ് നോക്കുക. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ അല്ലെങ്കിൽ നോക്കുക. അപ്പൊ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ അല്ലെങ്കിൽ ഉള്ളതിന് ആൻസേഴ്സ്. ചിലപ്പോൾ നമുക്ക് രണ്ട് ഉത്തരവുണ്ടായിരിക്കും, യെസ് ഉണ്ടാവും, നോ ഉണ്ടാവും. അപ്പൊ നോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ എന്താ പറയാ ബ്രീഡിംഗ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ശേഷം കൊടുക്കുക. ബ്രീതിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവിടെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. നമ്മുടെ റേഡിയൽ പൾസ് ഒക്കെ ഓക്കെയാണ്, അത് പൾസ് പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ മെന്റൽ സ്റ്റേറ്റസ് എങ്ങനെയാണ് നോക്കുക. അതുകൊണ്ട് കുറെ കാര്യങ്ങൾക്ക് ചോദിക്കുക, പറയുക. ഓക്കെ, ഫോളോ ദ കമാൻഡ്സ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മുടെ മാനസികമായിട്ട് അതിൽ നോക്കിയാലേ മനസ്സിലാവും അല്ലെ. അപ്പൊ അവരോട് ചോദിച്ച് ചില കമാൻഡുകൾ കൊടുത്ത് അതിലൊക്കെ റിയാക്ഷൻസ് ഉണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ റിയാക്ഷൻസും ഇതുപോലെ തന്നെയായിരിക്കും. യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. നോ ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. യെസ് ആണെങ്കിൽ കുറച്ചുകൂടി വൈകിയാലും കുഴപ്പമില്ല, അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് റിയാക്ടും ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇച്ചിരി നേരം വൈകിയാലും പ്രശ്നമില്ല. സോ ദിസ് ഈസ് ദ സ്റ്റാർട്ട് ട്രെയിനിങ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ആളുകളെ തരംതിരിച്ച് കാറ്റഗറൈസ് ചെയ്ത് ആളുകളെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. പെട്ടെന്ന് കെയർ കൊടുക്കേണ്ടത് ആർക്കാണ്, കെയർ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ആർക്കാണ് എന്നുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രയേജ് ആണ് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈസി ആയി മനസ്സിലായില്ലേ? ഫ്ലോ ചാർട്ട് കണ്ടപ്പോ ഈസി ആയില്ലേ? ഈ ഇടവിതരം വായിച്ച് നമ്മളിങ്ങനെ കുറെ പാരഗ്രാഫുകളൊക്കെ വായിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കണ്ണുകൾക്ക് എന്താ പറയാ ഇമ്പമേകുന്ന പ്രസന്റേഷൻസ് ആണ് ഈ ഫ്ലോ ചാർട്ട്. അതുപോലെ തന്നെ ഡയഗ്രാംസ്, പിക്ചറൈസിങ്. നമ്മുടെ കഥ നോവലൊക്കെ പുസ്തകങ്ങൾക്ക് ഇന്ന് വായിക്കുന്നതിനേക്കാൾ എത്രയോ ഇതാണ് നമ്മളൊരു സിനിമയൊക്കെ കാണുമ്പല്ലേ, കഥയൊക്കെ സിനിമയൊക്കെ വരുമ്പോ അല്ലെ, അത് പിക്ചറൈസ് വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി നമ്മൾ തലയിൽ എത്ര പണ്ട് കാലത്ത് നമ്മൾ കണ്ട സിനിമകളാണെങ്കിൽ പോലും അതിലേക്ക് കഥ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയിരിക്കും. അത് ടിക്കറ്റ് വയ്ക്കാം കേട്ടോ, അത് ടിക്കറ്റാ.
ഓക്കെ, ടിക്ക് ചെയ്തല്ലോ, വായിച്ചൊക്കെ നോക്കിയാ ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അടുത്തതിനി നമ്മളുടെ ഡിസാസ്റ്റർ റെസ്പോൺസ് എന്താണ് കേട്ടോ എന്ന് വെച്ചാൽ ഓരോ ഇതിനും ഓരോ കോഡ് ഉണ്ട്, ഓരോ കളേഴ്സ് വെച്ചിട്ടുള്ള കോഡുകൾ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ലേ, അതിന് ഓരോ കോഡുകളാണ്. അപ്പൊ ഇന്ന കോഡ് കാണുമ്പോൾ ഇന്ന ആളുകൾ പ്രതികരിക്കണം, ഇന്ന ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ, ഇന്ന വ്യക്തികൾ, ഇന്ന അതോറിറ്റി, അങ്ങനെയൊക്കെ ചില പ്രതികരണങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് നമ്മൾ ഇനി അടുത്തത് ഒരുപാട് കുറച്ച് ഒരു എന്താ പറയാ ടേബിളിൽ 2-3 പേജിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോ എന്തിനാണ് ഡെഫിറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കോൺസെപ്റ്റ് സൂചിപ്പിക്കുക. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ നമുക്ക് ഓരോ നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ്, ഫയർ, സ്മോക്ക്, അല്ലെങ്കിൽ ഓർഡർ, അതായത് ലൈക്ക് ബേണിംഗ്, ഇതുപോലെയുള്ള തീ, അതുപോലെ തന്നെ വലിയ പുക, പിന്നെ ഭയങ്കരമായിട്ടുള്ള ചില സ്മെല്ലുകൾ. ദാറ്റ് മീൻസ് നമുക്ക് പ്ലീസിംഗ് അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില എന്തൊക്കെയോ കത്തിക്കഴിഞ്ഞ പോലത്തെ സ്മെല്ല്, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കോഡ് റെഡ് ആണ്. എന്താ പറയാ, റെഡ് കോഡിന്റെ ടീമുകളാണ് അലർട്ട് ആകേണ്ടത്. എന്ന് വെച്ചാൽ കോഡ് റെഡ് എന്താ പറയാ റെസ്പോണ്ട് ചെയ്യാനുള്ള ടീം ആരാണ്, അവരാണ് ഫസ്റ്റ് എന്താ പറയാ. And also fire manual അനുസരിച്ച് they have to inform 5,000. ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്? 5,000 എന്ന് പറയുന്ന നമ്പറിൽ അവർ വേഗം തന്നെ ഇൻഫോം ചെയ്യും. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ കോഡാണ് 5,000 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഫയർ സേഫ്റ്റി എന്ന് തീയിൽ നിന്നൊക്കെ നമ്മളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് ഈ ഫയർ സേഫ്റ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ 5,000 എന്ന് പറയുന്ന ആ ഒരു കോഡിലേക്ക് വേഗം തന്നെ അവർ ഇൻഫോം ചെയ്യണം അവരുടെ നമ്പറിലേക്ക്. അപ്പൊ കോഡ് റെഡ് ഫയർ, അതുപോലെ തന്നെ സ്മോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ബേൺ ചെയ്യുന്നതിന്റെ ആ ഒരു എന്താ പറയുക ഓർഡർ മീൻസ് സ്മെല്ലാണ്, ചീഫ് സ്മെല്ലിനെയാണ് മാനുവൽ പ്രകാരം പെട്ടെന്ന് തന്നെ 5,000-ലേക്ക് പിടിക്കണം. ഓർഡർ എടുത്ത ടീമാണ് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ അവകാശം, അവരത് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം. ഇനി എന്താ ഈ ഒരു ടീം ചെയ്യേണ്ടത്? നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് അവർ വേഗം തന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ, അതായത് ഹോസ്പിറ്റൽസിൽ ഒക്കെയുള്ള ടെലിഫോൺ ഓപ്പറേറ്റർ അവരുടെ ബാക്ക് ബ്രാക്കറ്റിൽ 9 ആണ്. അവരതിന് ശേഷം എന്താ പറയാ ഫോളോ ദ റേസ്, RACE എന്ന് പറയുന്ന ഒരു റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോള് ഫോളോ ചെയ്യണം. ഈ പ്രോട്ടോകോളിന്റെ എന്താ പറയാ റേസ്, അതിങ്ങനെ ഓരോ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിന്റെ പോലെ തന്നെ ഓരോ അക്ഷരവും ഓരോന്നിനെയും ഇതാണ്. R for rescue, A for alarm, C for confinement, then and E for extinguish അല്ലെങ്കിൽ evacuate. ഇതാണ് അതായത് നമ്മളുടെ ടെലിഫോൺ ഓപ്പറേറ്ററെ അറിയിച്ചതിന് ശേഷം ഈ ഒരു പ്രോട്ടോകോൾ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫയറൊക്കെയാണല്ലോ, ഫയർ സ്മോക്ക് ഒക്കെ ഇടയിൽ പെട്ടിരിക്കുന്ന ആളുകൾ ഇവിടുന്ന് രക്ഷിക്കുക. അതിനുശേഷം അതിനുള്ള അലാം കൊടുക്കുക. ഇങ്ങനെ ഒരു ഫയർ അതിന്റെ ഒരു സൗണ്ട് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ തീപിടുത്തം ഫയർ ഫോഴ്സിന് വണ്ടി ഒരു സൗഹൃദം വെച്ചിട്ടാണ് വരിക. ആംബുലൻസ് അതുപോലെ ഈ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അത് നടന്നിരിക്കുന്നത് അതിന്റെ ഒരു അലാം ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏതാ പറയുന്നത്? പറയാം. അപ്പൊ രക്ഷിക്കുക, അതുപോലെ തന്നെ അലാം ചെയ്യുക, പിന്നെ അതിന് ശേഷം കൺഫൈൻ ചെയ്യുക. കൺഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരെയും എന്താ പറയാ ഒരു പ്രത്യേക രീതിയിൽ ഈ എണ്ണമൊക്കെ, അതായത് ഈ തീയിൽപ്പെട്ടവരെയും അല്ലെങ്കിൽ പുകയിൽപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എണ്ണത്തെ കുറയ്ക്കുക. കൺഫൈൻമെന്റ് കുറയുക, അതായത് ഫയറിനകത്ത് കത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക. അതായത് തീയിലൊക്കെ അടയ്ക്കാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തീയിൽ വരാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഇല്ലാതാക്കുക. അതൊക്കെ വളരെയധികം കുറവാക്കുക. അല്ലെങ്കിൽ കൂടുതൽ ചാൻസസ് ഓഫ് തീപിടുത്തത്തിനുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിവാക്കുക. അതാണ് കൺഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഈ മീൻസ് എക്സ്റ്റിങ്ക്വിഷ് ഓർ ഇവാക്യുവേറ്റ്. എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറഞ്ഞാൽ തീകെടുത്തുക. തീകെടുത്താനുള്ള ചില പ്രൊസീജിയേഴ്സ് ചെയ്യുക. മറ്റവർ വരുന്നത് വരെയൊക്കെ നോക്കി നിൽക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ലെങ്കിൽ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക, എത്തിക്കാനാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നത് റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ പ്രകാരമാണ്. RACE അതിന്റെ ഫുൾ ഫോം ഞാൻ എഴുതി തരാം കേട്ടോ. അതിന്റെ ഫുൾ ഫോം ഇവിടെ ഇല്ല. റെസ്ക്യൂവിന്റെ R മാത്രമേ ഉള്ളൂ.
ഓക്കെ. ആൻഡ് ഈ ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ നിന്ന് എല്ലാവരെയും റിമൂവ് ചെയ്യുക. അതാണ് ആറെന്ന് ഉദ്ദേശിക്കുന്നത്. റെസ്ക്യൂ അല്ലെങ്കിൽ എന്നൊക്കെയാണ്. ഇനി മറ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ എന്താ പറയാ ഈ അലാമൊക്കെ കിട്ടുന്ന എവിടെയാണോ ഈ ആ ലൊക്കേഷനിലെ അവിടത്തൊക്കെ കുറെയൊക്കെ ആളുകൾ മാറി മാറി നിൽക്കുക. പിന്നെ നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഇതിന്റെ ഉള്ളിൽ പെട്ടുകയാണെങ്കിൽ അവിടേക്ക് വാതിലുകളൊക്കെ അടച്ച് വിൻഡോസ് ഒക്കെ എന്താ പറയാ അടച്ചിട്ട് ചിലപ്പോൾ വലിയ പുകയൊക്കെ ആയിരിക്കാം. അപ്പൊ പുറത്താണ് പുകയൊക്കെ അവിടേക്ക് വിൻഡോസ് അടച്ചിട്ട് എന്താ പറയാ അത് അലാം ഏരിയ എവിടെയാണോ അവിടെ അല്ലായെങ്കിൽ പോലും കുറച്ച് ദൂരെയാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം പുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന സാധനം ശ്വസിച്ച് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനുശേഷം അതിനൊരു പ്രിക്കോഷൻ ആയിട്ടാണ് എന്താ പറയാ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും അലാം ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമല്ല എങ്കിൽ പോലും നമ്മൾ കുറച്ച് ദൂരെയാണെങ്കിലും നമ്മളവിടെ അതിലും ജെല്ലൊക്കെ അടച്ച് ഈ പറയുന്ന പുകയൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വീണ്ടും എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ചാണ് ഈ ഫയർ പുട്ട് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഫയർ തീപിടുത്തമൊക്കെ കെടുത്തുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷർ കൊണ്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ പാസ് എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പറയും PASS. ഇപ്പോൾ ഫുൾ തിരിക്കുന്നതാണ് കേട്ടോ. ഫുൾ തിരിക്കുന്നതാണ് നിങ്ങളുടെ നോട്ടില് തന്നെയാണോ PM അവിടെ കിടക്കുന്നത്. PM അല്ല അരിയും എല്ലാം കൂടി ചേർന്നത് M ആയിട്ട് തോന്നുന്നു. അങ്ങനെയാണ്. പിന്നാണ് ഫുൾ ദ പിൻ എക്സ്റ്റിങ്ക്വിഷറിന്റെ തീ കെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനം മെഡിക്കൽ ഹോസ്പിറ്റൽസിലൊക്കെ കണ്ടല്ലേ ഫയർ എക്സ്റ്റിങ്ക്വിഷർ സാധനം ഗ്യാസിലെടുക്കുന്നത് ചെറിയ ഒരു മിനിയേച്ചർ പോലെ കൊടുത്ത് തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് തീർത്തിട്ട് ഊരിയിട്ട് അതിന്റെ ആ ഒരു നോസിലുണ്ട് അതിന്റെ ആ പിന്ന് നമുക്ക് ഊരിയ ആ പിന്ന് ഊരിയതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് തീ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നാണ് കേട്ടോ. അടുത്തത് അതിനുശേഷം എയിമാണ് കേട്ടോ. എയും ദ നോസിൽ നോസിൽ എന്താ ഗ്യാസ് എന്തെങ്കിലുമൊക്കെ പുറത്തേക്ക് വരാനുള്ള ഭാഗം അതൊക്കെ നോസിൽ അത് എയിം ചെയ്യുക. അതുപോലെ ലക്ഷ്യം വരിക എവിടേക്കാണോ നമ്മൾ തീ അണക്കേണ്ടത് അല്ലെങ്കിൽ പുക എടുത്തേണ്ടത് അവിടേക്ക് കൃത്യമായിട്ട് എയിം ചെയ്യുക. Then S for squeeze the handle. ആ നോസിലിന്റെ ഹാൻഡിൽ നമ്മൾ സ്ക്വീസ് ചെയ്യാം. പിന്നെ അങ്ങനെ അത് എന്താന്ന് വെച്ചാൽ ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾക്ക് പ്രസ് ചെയ്യാം. Then S for sweep. സ്വീപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീപ്പ് ദ ഹാൻഡിൽ വെച്ച് അങ്ങോട്ട് ഇങ്ങോട്ടേക്കൊക്കെ സൈഡ് ടു സൈഡ് ആട്ടുക കേട്ടോ. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഈ നോസിലിന്റെ ആട്ടും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക. ഇതൊക്കെ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് ഫയർ കെടുത്താനായിട്ട് എങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ടി ഈ പാസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ഉപയോഗിക്കാൻ P for pull the pin, A for aim the nozzle, S for squeeze the handle, and S for sweep the nozzle to side കേട്ടോ. സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോസില് ആട്ടുക. ഇതൊക്കെ ഇത് കോഡ് റെഡില് ചെയ്യേണ്ട പല കാര്യങ്ങളും അതിന് നമ്മൾ എടുക്കേണ്ട റെസ്പോൺസിബിളും ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? കോഡ് റെഡ് മനസ്സിലായോ? അപ്പൊ കോഡ് റെഡ് എന്തിനുള്ളതാന്ന് പഠിക്കുക നിങ്ങള്. കോഡ് റെഡ് എന്തിനുള്ളതാ? ഫയർ, സ്മോക്ക്, ഓർഡർ ഓഫ് ബേണിംഗ് സംതിങ് അല്ലെ, എന്തെങ്കിലും സാധനങ്ങൾ കത്തുന്നതിന്റെ മണം, അതുപോലെ തന്നെ പുക, അതുപോലെ തന്നെ തീപിടുത്തം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കോഡ് റെഡ് ഉപയോഗിക്കുക. പിന്നെ അതിന് ഉപയോഗിക്കുന്ന ചില എന്തൊക്കെ കാര്യങ്ങളെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം. റേസിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഈ പറഞ്ഞ ഏരിയയുടെ ചുറ്റുകയാണെങ്കിൽ പോലും അത് ചെല്ലം കുറച്ച് പോകോ ഈ പറയുന്ന സ്മെല്ലൊക്കെ വരാതിരിക്കാനൊക്കെ നമ്മൾ ചെയ്യേണ്ട കുറെ പ്രിക്കോഷൻസ് ആണ്. പിന്നെ പാസ് എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പാസ് എന്ന് പറയുന്ന ആ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നത് എന്ന് പറയുന്ന പാസിന്റെ ഫുൾ ഫോം ആണ്. ക്ലിയർ ആയിട്ടോ? ഓർഡർ ആയിട്ട് ക്ലിയർ ആണോ? ഇല്ലല്ലോ. യെസ്. അപ്പൊ നമ്മള് അതൊന്ന് ഫുൾ ഫോം ചെയ്താൽ റേസ് RACE ഹൈഫിലിട്ട് ചെയ്യുക. ആറ് കയ്യൊരു ഹൈഫിൽ ACE അത് നിങ്ങളുടെ നോട്ടിന്റെ കുറിച്ച് മതി. അപ്പൊ എനിക്ക് റെസ്ക്യൂ RESCUE റെസ്ക്യൂ മാത്രം അവിടെ ഉണ്ട്. റെസ്ക്യൂ റെസ്ക്യൂ. അടുത്തത് A for alarm, ALARM alarm. C confine, CONFINE confine. പരിമിതപ്പെട്ടതാണ്. അടുത്തത് E for extinguisher, extinguish, EXTINGUISH, EXTINGUISH.
EXTINGUISH. എക്സ്റ്റിങ്ക്വിഷ് ഓർ അല്ലെങ്കിൽ ഇവാക്വേറ്റ്. EVACUATE. ഇവാക്വേറ്റ് എന്ന് പറഞ്ഞ് എന്താ പറയാ ഒഴിപ്പിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഒഴിപ്പിക്കുക. അങ്ങനെയുള്ള തീപിടുത്തമുള്ള സ്ഥലത്ത് നിന്ന് ആൾക്കാരെയൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ അത് തിരുത്തി തന്നുണ്ടോ? ഈ നോട്ടിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടോ? പിന്നെ പറയട്ടെ, ഞാൻ പിന്നെ ഇല്ലാന്ന് വിചാരിച്ചിട്ടാ. എവിടെയത് ഇവിടെ താഴെയുണ്ട്. പക്ഷെ ഓക്കെ ഉണ്ട്. അടുത്ത പേജിലുണ്ട്. ഓക്കെ, പാസ് ഉണ്ടോ? പാസിന്റെ ഉണ്ടോ? അടുത്ത പേജിലുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ എഴുതണ്ട. അതിങ്ങനെ ഇങ്ങനെ കുറെ നീട്ടി വലിച്ചു കേൾക്കണ്ട. നമ്മൾ ഷോർട്ടാക്കി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഓരോ അക്ഷരത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ അവളോട് മാത്രം മതി. R റെസ്ക്യൂ അല്ലെങ്കിൽ A for അലാം, അലാം ചെയ്യിപ്പിക്കുക. C കൺഫൈൻ ആൻഡ് E എക്സ്റ്റിങ്ക്വിഷ് അല്ലെങ്കിൽ ഇവാക്വേറ്റ്. ഇതൊക്കെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്യണം. ഈ പ്രോട്ടോകോൾ പ്രകാരം ചെയ്യണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എന്നിട്ടാണ് ചെയ്യുക. ഇപ്പൊ എന്താ പറയാ, അതുപോലെ തന്നെ കുറച്ചൊന്നിരി ഇങ്ങനെ വിളിച്ചു പറയണം. എങ്ങനെ കോഡറേറ്റ് എന്ന് ഉള്ളത് വിളിച്ചു പറയണം എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് കോഡറേറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. കോഡ് ഓരോ കോഡും എന്തിനാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ കോഡ് ഫയർ, സ്മോക്ക് ആൻഡ് ബേണിംഗ്, ഓർഡർ ഓഫ് ബേണിംഗ് സംതിങ്. എന്തെങ്കിലുമൊക്കെ കത്തി കഴിയുന്നതിന്റെ മണം, പിന്നെ പുക, പിന്നെ തീ, അതൊക്കെയാണ്. അത് കോഡറേറ്റിനാണ്. അടുത്തത് കോഡ് പിങ്ക്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ തിങ്സ് റിലേറ്റഡ് ടു കോഡ് പിങ്ക്. കോഡ് പിങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? when an infant or a child is sick from ICU, NICU, അതായത് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കേട്ടിട്ടില്ലേ? ICU ഫുൾ ഫോം അറിയാലോ, നമ്മൾ പഠിച്ചിട്ടില്ലേ? നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് കൊച്ചുകുട്ടികളെ, ശിശുക്കളെ, കുട്ടികളെയൊക്കെ എന്താ പറയാ, അതുപോലെ തന്നെ ലേബർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പീഡിയാട്രിക്സ് ഹോമിൽ നിന്നൊക്കെ കുട്ടികളെ മിസ്സാകാനുള്ള കോഡാണ് കോഡ് പിങ്ക്. ക്ലിയർ ആയോ? അപ്പൊ എന്തിനുള്ളതാണ് കോഡ് പിങ്ക് എന്ന് നമ്മൾ അറിയണം. Missing of infant or child from NICU or labor room or ward or from pediatrics floor. എന്നൊക്കെ കൊച്ചുകളൊക്കെ മിസ്സാകണമെങ്കിലാണ് കോഡ് പിങ്ക്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എവിടെന്നാണ് ആ കുട്ടി മിസ്സായേക്കണേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫോം ഇറ്റ് ടു ദ സെക്യൂരിറ്റിയിലാണ് ആദ്യം അടിക്കുന്നത്. ബിക്കോസ് കൊച്ചുങ്ങളെ മിസ്സാകുന്നവർ എടുത്തോണ്ട് ആരെങ്കിലും പോകുകയാണല്ലോ. തീർച്ചയായിട്ടും പോകുന്നത് ഓരോ ഫ്ലോറിലും സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ, അതുപോലെ ഹോസ്പിറ്റലിന്റെ മെയിൻ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് അല്ലാതെ ആൾക്കാർ കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ആ സെക്യൂരിറ്റിയാണ് ആദ്യം അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ സൂപ്പർവൈസറൊക്കെ അറിയിക്കാം ഇമ്മീഡിയറ്റ് ആയിട്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഏരിയാസും പെട്ടെന്ന് സെക്യൂർ ആക്കുക. anyone to go out and also enter. പുറത്തുനിന്ന് ആരെയൊക്കെ അകത്തോട്ട് കയറാനോ അകത്തുള്ളവരെ പുറത്തേക്ക് പോകാതിരിക്കാനോ അനുവദിക്കാതിരിക്കുക, അല്ലെ? പുറത്തേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. നമ്മൾ കണ്ടിട്ടില്ല, സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ചില ഓർഗനൈസേഷനിൽ ആളിലോ അല്ലോടൊക്കെ പോലെയൊക്കെ പെട്ടെന്ന് മിസ്സായി പോകും. അപ്പൊ വേഗം തന്നെ ക്ഷണിക്കും, അല്ലെ? മെയിൻ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ആദ്യം ഭാഗത്തേക്ക് കയറ്റാൻ അകത്തുള്ളവരെ പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല. കാരണം അവിടെ നിൽക്കുന്ന ആളുകളിൽ നിന്നായിരിക്കാം കുട്ടികൾ എന്താ പറയാ പോയിരുന്നതും അതുപോലെ ആരുടെയും കൈപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാര്യമാണ് ചെയ്യുക. എവിടെ വരെ അറൈവൽ ഓഫ് സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റെയർവേസിലും വെയിറ്റിംഗ് ഏരിയാസിലും അതുപോലെ സ്ഥലങ്ങളിൽ അവിടെയൊക്കെ എല്ലാവർക്കും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കരച്ചിലും അതിനോടൊപ്പം തന്നെ. ഇനി അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് സസ്പീഷ്യസ് ആയിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരെയൊക്കെ ചോദ്യം ചെയ്യുക. അവരുടെ പേര് വലിയ ഡഫൽ ബാഗുകളൊക്കെ, വലിയ പാണ്ടപ്പുറത്തൊക്കെ ബാഗുകളോ വലിയ പാക്കേജസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ചില ആൾക്കാര് അവരുടെ നിർത്തിക്കുന്ന ഉള്ളിൽ തന്നെ കുട്ടികളൊക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ പോകുമ്പോൾ അത് നോക്കുക.
ഇനി എന്താ പറയാ, സെക്യൂരിറ്റിയെ അറിയിക്കുക, വിളിക്കുക, ഒരു ആളുകളെ പോലും കണ്ണിൽ നിന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ ചെയ്യണം എന്ന് പറയുന്നത്. ആളെ മിസ്സാകാത്ത രീതിയിൽ ആരെങ്കിലും ആ കുട്ടിയെ എടുത്തോണ്ട് കടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അല്ലാതെ കുട്ടിയൊന്നും മിസ്സാവില്ല. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട്, അത്തരം സാഹചര്യം ഒഴിവാക്കാനായിട്ട്, ആളെ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഇനി ഏതെങ്കിലും കാരണവശാല് നമ്മൾ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആള് പല രീതിയിലും രക്ഷപ്പെടാനൊക്കെ നോക്കും, നടത്തും. അപ്പൊ അത് സെക്യൂരിറ്റി ഓഫീസർ വരുന്നതിന് വരെ അവരെ നിർത്തിക്കൊള്ളും. അവരെ പോകാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതൊന്നും അറ്റൻഡ് ചെയ്താൽ നമ്മള് പോസിബിൾ നമ്മൾ അവരെ എന്ത് ചെയ്യരുത്, വിടരുത്, അല്ലെങ്കിൽ അവരെ വിട്ടുകളയരുത് എന്നാണ് പറയാ. ഇനി ഏതെങ്കിലും രീതിയിൽ പേഴ്സൺ വെഹിക്കിൾ ഏതെങ്കിലും വാഹനത്തിൽ കയറിയോ അല്ലെങ്കിൽ തന്റെ വാഹനത്തെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടോ തട്ടിക്കൊണ്ടിട്ടോ അവർക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ടാകും. അങ്ങനെ പഠിച്ചിട്ട് പോകാൻ സാധ്യതയില്ല, പോകാവുന്ന ആളാണില്ല. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ വാഹനത്തിന്റെ നമ്പറും വാഹനം ഏതാണെന്നും അതിനെ കുറിച്ചുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമ്മുടെ ഈ ആളുകൾ, സെക്യൂരിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് അത് ആരെയാണോ അറിയിക്കേണ്ടത്, സെക്യൂരിറ്റി ഓഫീസർ വരുന്നതിന് മുമ്പാണ് നമ്മൾ അത് നോട്ട് ചെയ്യാം. വണ്ടി എങ്ങനത്തെ വണ്ടിയാണ്, വണ്ടിയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും വണ്ടി ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? കോഡ് ആണ് നമ്മള് മിസ്സിംഗ് ഇൻഫന്റ് ഓഫ് ചൈൽഡിനെ സംബന്ധിക്കുന്ന കോഡാണ് ഇപ്പൊ പറഞ്ഞത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാമോ? കോഡ് പിങ്ക് ഒന്ന് വായിച്ചു നോക്കിയേ. കുറച്ച് മാത്രം നമുക്ക് പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിലോ അടുത്ത ചാപ്റ്ററിൽ കിട്ടിയോ? പറയുന്നു മിസ്സിംഗ് ആയിട്ടുള്ള ശിശുക്കള്, കുട്ടികള് കെയർ യൂണിറ്റ് നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ നേരത്തെ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസിനകത്ത് പഠിച്ചിട്ടുള്ള അതായത് കുട്ടികളൊക്കെ ജന്മനാ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുട്ടികളെ അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികളെ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കിടത്തും. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയുടെ കുട്ടിയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ഇട്ടവർ പോലെ കെയർ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് കിടത്തുന്നത്. ചിലപ്പോൾ അവർക്ക് കുട്ടികൾ ഇതുപോലെ മിസ്സാകും. എല്ലാവരും നല്ലവരാകുമ്പോൾ വിചാരിക്കാൻ പറ്റില്ല, മിസ്സാകും. അപ്പൊ അതുപോലെയുള്ള സ്ഥലത്ത് കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതെ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോ കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതെ നിർത്തുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോകും. ഹോസ്പിറ്റലിലെ അതൊക്കെ വരുന്ന പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോഡാണ് നമ്മളുടെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മിസ്സിംഗ് ആണ് മനസ്സിലാക്കി സെക്യൂരിറ്റി ഓഫീസറെ അല്ലെങ്കിൽ സൂപ്പർവൈസറെ ഒക്കെ പെട്ടെന്ന് വിവരം അറിയിക്കുക. വരുന്നത് വരെ നമ്മുടെ ആ പർട്ടിക്കുലർ ഏരിയ സെക്യൂർ ചെയ്തിരിക്കുക. ഡോറുകളൊക്കെ മെയിൻ ഡോറുകളൊക്കെ അടച്ച് അകത്തുള്ളവരുടെ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തുനിന്ന് ആരെയും ഈ മുഖത്തേക്ക് വരാതിരിക്കാനും ഒക്കെ നമ്മള് സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ നമ്മളത് കൺട്രോൾ ചെയ്ത് നിർത്തണം. സ്റ്റേർവേസും മറ്റു റൂമുകളും അതുപോലെ ഇങ്ങനെ ആരൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ചെറു സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ, വലിയ എന്താ പറയാ ജനസഞ്ചാരം ഇല്ലാത്ത ഹോസ്പിറ്റൽസിലെ ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കും. ചെക്ക് ചെയ്യുക. സംശയാസ്പദമായ തോന്നുന്ന ആളുകൾ വലിയ ബ്രാൻഡും വലിയ പാക്കേജസും ഉള്ളവരൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം. ചിലപ്പോൾ ക്ലോത്തിങ്ങിന്റെ വില നമ്മൾ ഇട്ടിക്കണ വസ്ത്രത്തിനുള്ളിൽ വരെ ഒഴിച്ചിട്ട് കൊണ്ടുപോകും. അതൊക്കെ അവിടെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് സംശയം തോന്നുന്ന ആളുകളെ നമുക്ക് പരിശോധിക്കാം, ചെക്ക് ചെയ്യാം. ആരും എന്താ പറയാ അവരുടെ കഴിയുന്ന അദൃശ്യമാകാതെ ശ്രദ്ധിക്കുകയും വേണം. അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് എങ്ങനെയും പുറത്തു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം.
അതുപോലെ സസ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, രക്ഷപ്പെടാനായിട്ടുള്ള അറ്റംപ്റ്റുകളൊക്കെ നടത്തും. രക്ഷപ്പെട്ടു പോകാനായിട്ട് കാറോ വണ്ടിയൊക്കെ എടുത്തിട്ട് ഒന്നവരാണെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ നോക്കുമല്ലോ. രക്ഷപ്പെട്ടു പോകാണെങ്കിൽ കാറിന്റെയോ വണ്ടിയുടെയോ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, വണ്ടി ഏതാണ്, ഏത് മോഡലാണ്, അല്ലെങ്കിൽ മോഡൽ വെച്ചാൽ പറയാൻ പറ്റില്ല, അതിന്റെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ, മോഡൽ ഞാൻ ഉദ്ദേശിച്ചത് എന്ത് ടൈപ്പ് ഓഫ് വണ്ടിയാണ് എന്നുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഒബ്സർവ് ചെയ്ത് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എന്താണ് എടുക്കാൻ പറ്റുക അതൊക്കെ എടുത്തു വെക്കുക. ഓക്കെ, എന്നിട്ടത് സെക്യൂരിറ്റി ഓഫീസറെയോ അവർ വരുമ്പോൾ അവരെ അറിയിക്കുക, വേണ്ടപ്പെട്ടവരെ അറിയിക്കുക. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ചോദിച്ചത് ക്ലിയർ? സംശയം ചോദിച്ചു. ഈ നമ്പറാണോ? മറ്റേ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഒക്കെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും. 1745 ഒക്കെ ഹോസ്പിറ്റൽസിലൊക്കെ സെക്യൂരിറ്റി ഓഫീസറുടെയോ അല്ലെങ്കിൽ സൂപ്പർവൈസറെ ഒക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള കോഡായിരിക്കും. അവരെ നോട്ടിഫൈ ചെയ്യാം. നമ്പറൊന്നും കൂടെ ആവശ്യമില്ല. അതത് കോഡുകൾ എന്തിനു വേണ്ടിയിട്ടുള്ള കോഡാണെന്ന് എന്തായാലും ചെയ്യണം. അതിലേക്ക് നമ്മൾ ഫയർ, സ്മോക്ക് അല്ലെങ്കിൽ ഓർഡർ അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് കോഡായിട്ട്. കോഡ് പിങ്ക് കുട്ടികൾ മിസ്സിംഗ് ആകുന്ന ചലഞ്ച് അവർക്ക് വേണ്ടിയിട്ടുള്ളത്. അത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് ഹസാർഡസ് മെറ്റീരിയൽ സ്പേസ്, അതായത് അപകടകാരിയായിട്ടുള്ള അപകടം നിറഞ്ഞ ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്കിൽ ആകും. ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ വലിയ ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപകടകാരികളായിട്ടുള്ള കെമിക്കൽസും മറ്റുമൊക്കെ ഇങ്ങനെ എന്താ പറയാ പൊട്ടിത്തെറിച്ച് അങ്ങനെ മൊത്തം സ്പ്രെഡ് ആകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. കെമിക്കൽസ്, മെർക്കുറി സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ്, അതുപോലെ വലിയ ഹസാർഡസ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ സ്പില്ലേജ് ഒക്കെ പുറത്തേക്ക് പോവുക, ലീക്കായിട്ട് പുറത്തു പോവുക, അങ്ങനെയുള്ള മെറ്റീരിയൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള കോഡാണ് കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ഗിവൺ immediate attention to prevent. ഇതൊക്കെ ഇങ്ങനെ സ്പില്ലായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അല്ലെങ്കിൽ പല രീതിയിലും നമ്മുടെ പരിസ്ഥിതിയെ ഡാമേജ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ അംശങ്ങൾ അത് പല രീതിയിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ കാരണമാകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഉള്ള ടീമാണ് കോഡ് ഓറഞ്ച്. ഓറഞ്ച് കോഡാണ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. മനസ്സിലായോ? കോഡ് ഓറഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണ് ഹസാർഡസ് material spill such as chemical spill, mercury spill, gas leakage, hazardous drug spillage. അങ്ങനെയുള്ളതൊക്കെ എന്തും കണ്ടെയ്നറിൽ നിന്ന് പൊട്ടി ലീക്കായി അവിടെ മുമ്പിൽ വ്യാപിച്ച് അത് കണ്ടാമിനേറ്റ് ചെയ്യണം. അങ്ങനെ രോഗങ്ങൾക്കും അത് കാരണമാകണം. പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് കോഡ് ഓറഞ്ച്. സോ സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ റിമൂവ് ദ പേഷ്യൻസ് ഓർ പീപ്പിൾസ് പെട്ടെന്ന് തന്നെ അവിടുന്ന് ആൾക്കാരെയോ പേഷ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ റിമൂവ് ചെയ്യാം. ആൻഡ് ഓൾസോ ഓപ്പറേറ്റർ അതിന് ശേഷം പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ പറയാ അതിനുള്ള ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റേഴ്സിനെ പെട്ടെന്ന് കാര്യങ്ങൾ അറിയിക്കും. ചെയ്യുന്ന കാര്യം ആളുകളെ പെട്ടെന്ന് അവിടെ നിന്നൊക്കെ മാറ്റുക. പേഷ്യൻസ് ആയിക്കോട്ടെ അകത്തോട്ട് സെറ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഓപ്പറേറ്ററിനെ വിവരം അറിയിക്കുക. ഇതെന്താ ചെയ്യേണ്ടത് ബാക്കി അവരെ ചെയ്യാം. ഓക്കെ, കോഡ് ഓറഞ്ച് ക്ലിയർ ആയോ? കോഡ് ഓറഞ്ചിന്റെ ഫസ്റ്റും സെക്കൻഡും ആ ഒരു കോളംസ് മാത്രമേ നമ്മുടെ പദ്ധതിയുള്ളൂ കേട്ടാ. അടുത്ത കോളം പറയുന്നില്ല. അടുത്ത കോളം അടുത്ത ദിവസമായിരിക്കും നമ്മൾ അടുത്ത ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന തോന്നുന്നേ. അടുത്ത കോഡുകൾ ഓറഞ്ച് പിന്നെ യെല്ലോ വയലറ്റ് ആൻഡ് ബ്രൗൺ 4 കോഡ് കൂടി എഴുതാം. ഓക്കെ, നമ്മൾ അടുത്ത ദിവസം എടുക്കാം. അടുത്ത ദിവസം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ തീർക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത ദിവസം മീൻസ് നാളെ തന്നെയാണ്. ഓക്കെ, അപ്പൊ വരെ നന്നായിട്ട് പഠിച്ച് വായിച്ചു കേട്ടാ. സോ വൺസ് അഗൈൻ ഹാപ്പി ആൻഡ് വണ്ടർഫുൾ ഇയർ. ഓക്കെ, ആറ് ക്ലാസ് ഉണ്ടോന്നാ? അതെന്താ എന്താന്ന് ചോദിച്ചത്? എന്ത് പറ്റി? എന്താണ് ചോദിച്ചത്? ഫസ്റ്റ് ആണോ ചോദിച്ചത്? പർട്ടിക്കുലർലി എന്തെങ്കിലും കാര്യമുണ്ടോ?
പറ. ആ, ആ.